ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അർജുനൻ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, സാധ്യമാം ത്വാം പ്രപന്നം, നിന്നെ ഞാനിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു. നീ എന്നെ ഉപദേശിച്ചാലും എന്നെ പഠിപ്പിച്ചാലും അങ്ങനെ ശരണം പ്രാപിക്കൂ. അർജുനന് തന്റെ മുന്നില് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സഗുണ സാകാരമായിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി, ശരണം പ്രാപിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നമുക്ക് നമ്മുടെ മുന്നില് അഭേദാനന്ദ സ്വാമി തൃപ്പാദങ്ങളുണ്ട്. നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെ സഗുണ സാകാരമായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു. നമ്മുടെ ഇപ്പോഴും നമ്മുടെ അദ്ദേഹത്തെ കണ്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് ആശ്രയിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ മഹനീയമായ കഥ അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്ന അനേക ലക്ഷങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടില്, ഈ ലോകത്തിലെമ്പാടും. അങ്ങനെ മഹാപുരുഷനെ ഞാൻ നേരിട്ട് കണ്ടു. ഇവിടെ ഇരിക്കുന്നവരും കണ്ടിട്ടുണ്ട്. സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ പരമാത്മാവ് തന്നെ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപം ധരിച്ച്, മായാമയമായ മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂമിയിൽ നടന്നു. അനേകം കർമ്മങ്ങൾ നിരന്തരം അദ്ദേഹം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ആ പുരുഷനെ, അപ്പോ ആ ആളിനെ നമ്മൾ, ആ പരമാത്മാവ് മനുഷ്യരൂപത്തില് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം ഗുരു എന്ന് പറയും. ആ ഗുരുവിനെ ശരണം പ്രാപിച്ചാൽ മതി. ആ ഗുരുവിലൂടിയിട്ട് ആ പരമാത്മാവിലെത്താം. എന്താ? ആ ഗുരു തന്നെയാണ് പരമാത്മാവ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് നമുക്ക് പണ്ടേ തന്നെ കാരണവന്മാര് പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. തമേവ ചാദ്യം പുരുഷം പ്രവൃത്തി യഥപ്രവൃത്തി പ്രസൃതാപുരാണി. ആ പരമാത്മാവിൽ നിന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടി ക്രമങ്ങളും ചലനങ്ങളും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ഇത് ആരംഭിച്ചത്. നിർമ്മാനമോഹാദിത സംഘദോഷ. ഇനി ഈ അസംഗശസ്ത്രം എന്ന് പറഞ്ഞല്ലോ, അതിനെ വിശദീകരിക്കുകയാണ് ഈ 5ാമത് ശ്ലോകത്തില്. നിർമ്മാനമോഹാദിത സംഘദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞൈ ഗച്ഛന്ത്യമൂഢാഃ പദമവ്യയം തത്. ആർക്ക്? ആ അവ്യയമായ മാറ്റങ്ങളില്ലാത്തതായ തത് പദം, ആ പദത്തെ പ്രാപിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ആളുകൾക്ക് പറ്റും. ഈ അസംഗശസ്ത്രം സ്വാധീനമാക്കിയിട്ടുള്ള ആളുകൾക്ക് സാധിക്കും. അവരെങ്ങനെയുള്ളവരാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അമൂഢാഹ, മൂഢന്മാരല്ലാത്ത ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അവ്യയം തത് പദം ഗച്ഛന്തി, അവ്യയമായിരിക്കുന്ന മാറ്റമില്ലാത്തതായ ആ പദത്തെ, ആ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. ആർക്ക് വേണമെങ്കിൽ സാധിക്കും. ഇന്നയാളെന്നില്ല, ഇന്ന ജാതിയിൽ പിറന്നയാളെന്നില്ല, ഇന്ന ഡിഗ്രി എടുത്ത ആളെന്നില്ല, യാതൊന്നുമില്ല. ആർക്കാണോ തെളിവുറ്റ മനസ്സുള്ളത് അവർക്ക് ആ പരമാത്മാവിനെ പ്രാപിക്കാനായി സാധിക്കും. ഒരു നിമിഷം കൊണ്ട് സാധിക്കും. വിവേകാനന്ദ സ്വാമികൾ പറയുന്ന വാക്യമുണ്ട്, ഇപ്പോ ഈ നിമിഷം മനസ്സ് അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം സാധിക്കും. അത് ഓരോരുത്തരുടെയും സാധനയുടെ ബലത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എന്താ? ആ അസംഗം
നിർമാനമോഹ, മാനമോഹങ്ങൾ ഇല്ലാത്ത അവസ്ഥ. എന്താ മാനം? അഹംഭാവം. അഹംഭാവം, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ളതായ അഹംഭാവം, ഞാൻ ഈ ലോകത്ത് മുഴുവൻ കീഴടക്കി ഭരിച്ചു കളയും, അങ്ങനെയൊക്കെയുള്ളതായ അഹംഭാവം അതില്ലാത്തവനായിട്ട്, മോഹം ഇല്ലാത്തവനായിട്ട്, മോഹം, അജ്ഞാനം, പല പ്രകാരത്തിലുള്ളതായ ജ്ഞാനങ്ങൾ അതൊക്കെ ഇല്ലാത്തവനായിട്ട്, സംഘദോഷങ്ങൾ ഇല്ലാത്തവനായിട്ട്, ഓരോന്നിനോടും, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സ്ഥാനമാനങ്ങളോടും അധികാരങ്ങളോടും വസ്തുക്കളോടും പണത്തോടും പ്രതാപത്തോടും ഒക്കെ മാനസികമായിട്ടുള്ള ആ ചേർച്ച, മനസ്സ് എന്ന് അതിലേക്ക് ചെന്ന് ഒട്ടിയിരിക്കുക, അതില്ലാത്തവൻ, അതാണ് സംഘദോഷങ്ങൾ ഇല്ലാത്തവൻ. നമ്മുടെ മനസ്സാണ് അങ്ങോട്ട് പോയി ഒട്ടുന്നത്, പണത്തിലും പ്രതാപത്തിലും. പണവും പ്രതാപവും ഒന്നും ആരെയും പിടികൂടില്ല, സാമ്രാജ്യം പോലും വന്ന് ആരെയും പിടികൂടില്ല. ഇവരെ പിടികൂടിയതായിട്ട് ചരിത്രമില്ല. ഓരോരുത്തരും ചെന്ന് സാമ്രാജ്യത്തെ പിടികൂടാൻ ശ്രമിക്കുന്നു, അതിൽ അല്പനേരം വിജയിക്കുന്നു, ചിലപ്പോ ഒട്ടും വിജയിക്കുന്നില്ല, ചിലപ്പോ കുറെ നേരം വിജയിക്കുന്നു. അത് കഴിയുമ്പോൾ പിന്നെ അനിവാര്യമായിട്ടുള്ളതുണ്ട്, അത് നഷ്ടപ്പെട്ടു. ഏത് സാമ്രാജ്യവും നഷ്ടപ്പെട്ടു. കാരണം അത് നമ്മുടേതല്ല. ഇങ്ങനെ ഓരോ നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ടു. ഇതാണ് സംഘം. മനസ്സ് ഓരോന്നിൽ ചെന്ന് അങ്ങോട്ട് ചെന്ന് ഒട്ടുന്നു. അങ്ങനെ മാനമോഹങ്ങളില്ലാത്തവരായിട്ട്, സംഘദോഷങ്ങളില്ലാത്തവരായിട്ട്, നിത്യ, ഞാൻ ആത്മാവ് തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം നിത്യമായി എപ്പോഴും ഉള്ളവനായിട്ട്, ചില നിമിഷങ്ങളിൽ ഞാൻ ആത്മാവാണെന്നുള്ളൊരു താൽക്കാലികമായൊരു തോന്നലല്ല, ആ തോന്നൽ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. കാരണം അത് സ്ഥിരമായ തോന്നലാക്കി മാറ്റാൻ നമുക്ക് സഹായമല്ലോ. താൽക്കാലികമായിട്ടെങ്കിലും നൈമിഷികമായിട്ടെങ്കിലും ഞാൻ ആത്മാവാണെന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് ഭാഗ്യം. കാരണം എല്ലാവർക്കും കിട്ടുന്നതല്ലത്, വളരെയേറെ ശ്രമിക്കുന്ന ആളുകൾക്ക് അതെങ്കിലും കിട്ടും. പക്ഷെ അതുകൊണ്ടും പൂർണ്ണമായില്ല, അത് സ്ഥിരമാകണം. അതാണ് നിത്യ എന്ന് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഞാൻ ആത്മാവ് തന്നെയാണ് എന്നുള്ള ആ ഒരു ഉറപ്പ് ജീവിതത്തിലെ ഒരു സന്ദർഭത്തിൽ, ജീവിതത്തിലെ സന്ദർഭങ്ങൾ പല പ്രകാരത്തിൽ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏത് സന്ദർഭം മാറി വന്നു കഴിഞ്ഞാലും ആ സന്ദർഭങ്ങളിലൊന്നും ഇളക്കമില്ലാതെ ആ ബോധം ഉറച്ച് നിൽക്കുന്നവനായിട്ട്, വിനിവൃത്ത കാമാഹ, ആഗ്രഹങ്ങൾ ഈ ലോകത്തില് അത് നേടണം, ഇത് നേടണം തുടങ്ങിയതായ ചെറുതോ വലുതോ ആയിട്ടുള്ളതായ ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തവനായിട്ട്, ദ്വന്ദ്വൈർവിമുക്താഹ സുഖ ദുഃഖ സജ്ഞൈഹി, സുഖം ദുഃഖം എന്നൊക്കെ പറയുന്ന, സുഖം ദുഃഖം ലാഭം നഷ്ടം, ഇങ്ങനെ ശീതം ഉഷ്ണം, ഇതൊക്കെ ദ്വന്ദ്വങ്ങളാണ്, വിപരീത ജോഡികളാണ്. ഇത് ജീവിതത്തിൽ കൂടെയുള്ളതാ. അങ്ങനെയുള്ളതായ ദ്വന്ദ്വങ്ങൾ ഇല്ലാത്തവരായിട്ട്, ദ്വന്ദ്വങ്ങളെ കടന്നവരായിട്ട്, ദുഃഖത്തിന്റെ നടുവിലും അതിൽ സന്തുഷ്ടരാണ്, സുഖത്തിന്റെ നടുവിലും സന്തുഷ്ടരാണ്, ശീതത്തിലും സന്തുഷ്ടരാണ്, അതേപോലെ തന്നെ ഉഷ്ണത്തിലും സന്തുഷ്ടരാണ്, ലാഭത്തിലും സന്തുഷ്ടരാണ്, നഷ്ടത്തിലും സന്തുഷ്ടരാണ്. അതാണ് ദ്വന്ദ്വങ്ങൾക്ക് അപ്പുറം പോവുക. സുഖദുഃഖാദികൾ എന്ന് പറയുന്ന ദ്വന്ദ്വങ്ങൾക്ക് അപ്പുറത്ത് പോയവരായിട്ട് ഉള്ള ആളുകൾ, അവരാണ് അമൂഢന്മാര്. അറിവുള്ള ആളുകൾ, അവര് അവ്യയമായിരിക്കുന്ന, മാറ്റമില്ലാത്തതായിരിക്കുന്ന ആ പദം, ആ ബ്രഹ്മപദത്തെ അവർ പ്രാപിക്കുന്നു. ഇതൊക്കെ സാധ്യമാണ്. നമ്മുടെ മുന്നിൽ നമ്മുടെ ഗുരുക്കന്മാരുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ ഇതെല്ലാം കാണിച്ചു തരുന്നു. ഭഗവത്ഗീതയുടെ ആവിഷ്കൃതിയാണ് മഹാഭാരതം. അടുത്ത കാലത്ത് സായിപ്പ് വരുന്നതുവരെ ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം പോലും ആയിരുന്നില്ല. 5000 വർഷം മുമ്പ് ഭഗവത്ഗീതയും മഹാഭാരതവും ഉണ്ടായ കാലം തൊട്ട് ഈ സായിപ്പ് ഇവിടെ വന്ന് കയറി ഇവിടെ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് വരെ ഉള്ള ഗ്രന്ഥങ്ങൾ, സംസ്കൃതത്തിലും ഇതര ഭാരതീയ ഭാഷകളിലും ഉണ്ടായിട്ടുള്ള കാവ്യങ്ങൾ, ശാസ്ത്രങ്ങൾ ഒക്കെ നോക്കിക്കൊള്ളുക. ആർക്കും സംശയം ഉണ്ടായിട്ടില്ല മഹാഭാരതത്തിനകത്തുള്ളതാണോ ഈ കാര്യങ്ങൾ, സഹസ്രനാമാദികൾ. ആർക്കും സംശയം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം വ്യാസൻ രചിച്ചതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതനുസരിച്ചിട്ടാണ് അവർ പുസ്തകങ്ങളെല്ലാം ഇതിൽ നിന്നിട്ട് ഓരോ കഥകളെയും സന്ദർഭങ്ങളെയൊക്കെ എടുത്ത് രചിച്ചിട്ടുള്ളത്. കാളിദാസന് സംശയമില്ല, അതേപോലെ ഭവഭൂതിക്കും ഭാരതിക്കും ഒന്നും സംശയമില്ല, എഴുത്തച്ഛന് സംശയമില്ല, അവർക്ക് ആർക്കും സംശയമില്ല.
പക്ഷെ സായിപ്പ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു ബുക്ക് ഭാരതത്തിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ. പക്ഷെ ഇല്ലെന്ന് പറയാൻ നിവർത്തിയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഇതൊക്കെ പല ആളുകൾ പല കാലത്ത് കൂട്ടിച്ചേർത്തതാണ് എന്ന്. ഗീതയൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായത്, പിന്നെ ആരും അതിൽ കൂട്ടിച്ചേർത്തതാ എന്നൊക്കെയാണ് അവർ പറഞ്ഞു നടക്കുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക്, വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. അവരും അത് തന്നെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. അവർ ഗീതയും കണ്ടിട്ടില്ല, അവർ ഭാരതവും കണ്ടിട്ടില്ല, എന്നാലും അവരിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. പ്രസംഗവേദികളിലെല്ലാം നിന്ന് ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കും. അവരുടെ ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് പ്രസിദ്ധീകരണശാലകൾ മത്സരിച്ചുകൊണ്ട് നടപ്പുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ, ഭാരതത്തിനെതിരെ, സംസ്കൃതിക്കെതിരെ പ്രചരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിങ്ങനെ അവർ തകർത്ത് നടത്തുന്നുണ്ട്. അപ്പൊ ചില ആളുകളുടെ മനസ്സിലെങ്കിലും സംശയം വരാറുണ്ട്. യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ഡോക്ടർ രാധാകൃഷ്ണൻ പറയും ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള പുസ്തകത്തിനകത്ത്, ഗീത മഹാഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അരവിന്ദ ഘോഷ് പറയും ഗീത മഹാഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എന്റെ ഗുരുനാഥനെ എനിക്ക് കാണിച്ചു തന്നു. ഗീത മഹാഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് മാത്രമല്ല, വ്യാസൻ ആദ്യം രചിച്ചത് ഗീതയാണ്. ആ ഗീതയിലെ 700 ശ്ലോകങ്ങൾ ഓരോന്നിനെയും സാധാരണക്കാരായ നമുക്ക് ഭംഗിയായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങളാക്കി കഥകൾ ഉണ്ടാക്കി. അതാണ് മഹാഭാരതം. ഗീതയുടെ കഥാരൂപ നിർമ്മിതിയാണ് മഹാഭാരതം. ഗീതാഭാരതം എന്നുള്ള പേരില് ചില ലേഖനങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു 4-5 വർഷം മുമ്പ്. ഗീതാഭാരതം എന്നുള്ള പേരില് എന്റെ യൂട്യൂബ് ചാനലില് അത് ടോക്കായിട്ട് 100 ദിവസത്തിലേറെ അത് വന്നു. സത്യാനന്ദ സംസ്കൃതി എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. സത്യാനന്ദ സംസ്കൃതി എന്ന് ഇംഗ്ലീഷിൽ അടിച്ചാൽ അത് വരും, അല്ലെങ്കിൽ എന്റെ പേരടിച്ചാലും വരും. സത്യാനന്ദ സംസ്കൃതി എന്ന് അടിക്കുന്നതാണ് എളുപ്പം. അതിൽ 1 വർഷം ഗീതാഭാരതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു 1.5 വർഷം തുടർച്ചയായിട്ട് ഗീതാഭാരതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗീതാഭാരതത്തിലെ അടിസ്ഥാന പ്രമാണം പറഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത 16-ാം അധ്യായം ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം, അതിൽ ദൈവീ സമ്പത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആസുരി സമ്പത്ത് തുടങ്ങി, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വാൽമീകി രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും വാൽമീകി രാമായണം പറയും. അതുകൊണ്ട് ഗീതാഭാരതം ഇപ്പൊ ചെയ്യില്ല. അത് മാത്രം കയറി നോക്കിയാൽ അപ്പൊ കാണാം. ഓരോ ശ്ലോകത്തെയും അദ്ദേഹം കഥാപാത്രങ്ങളാക്കി. അപ്പോഴാണ് ഈ മഹാഭാരതം എന്നുള്ള ഈ ബൃഹത് കഥയുണ്ടായത്.